ഒരു സീറ്റ് കോൺഗ്രസിന് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട്. മറ്റു പലരും വീഡിയോ ഇട്ടു. കെ മുരളീധരൻ മത്സരിക്കണം, TM പ്രതാപൻ മത്സരിക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഒരു പുതിയ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് ഗുരുവായൂരിൽ നിന്ന് പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. മുസ്ലിം ലീഗ് തന്നെയാണ് മത്സരിക്കാനുള്ള സാധ്യതയുള്ളത്. അത് തൃശ്ശൂരിൽ നിന്നുള്ള 2 നേതാക്കന്മാരാണ് പേര് പറയുന്നത്. അതിലൊന്ന് മുസ്ലിം ലീഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള CH റഷീദും, രണ്ടാമത്തേത് നിൽക്കുന്നത് PM സാദിഖ് അലി, മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള PM സാദിഖ് അലി കൂടിയാണ്. PM സാദിഖ് അലിയും CH റഷീദും ഓരോ തവണ ഈ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുകയും പരാജയം ഏറ്റുവാങ്ങുകയും ചെയ്തിട്ടുള്ള 2 പേരാണ്. CHന്റെ തോൽവി എന്ന് പറയുന്ന കാരണമെന്ന് പറയുന്നത് ചാവക്കാട് മുനിസിപ്പൽ ഇലക്ഷനും മുനിസിപ്പൽ ചെയർമാന്റെ മരണവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള പ്രശ്നങ്ങളും അതിൽ തുടർന്നിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ഒരു പരാജയത്തിലേക്ക് എത്തിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇന്റലിജൻസ് റിപ്പോർട്ട് അടക്കം കൃത്യമായിട്ട് പറഞ്ഞത് CH റഷീദിനുള്ള വിജയ സാധ്യത ഉണ്ട് എന്നുള്ളായിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ. പക്ഷെ ആ മരണത്തിന് ശേഷം കൊലപാതകത്തിന് ശേഷം കൊലപാതകത്തിന് ശേഷം വലിയ രീതിയിലുള്ള ഒരു അട്ടിമറി സംഭവിച്ചു എന്നാണ് എനിക്ക് തോന്നിയത്. PM സാദിഖ് അലി എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഒരു സംഘടന ശേഷിയുടെ കുറവ്, ദൗർബല്യം മൊത്തത്തിൽ മണ്ഡലത്തെ അലട്ടുന്നുണ്ട്. അതിപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു തോൽവി ഉണ്ടാകുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇനിയും പക്ഷേ ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടന ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ നമുക്ക് എണ്ണം പറഞ്ഞുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ പുന്നിയൂർ കുളത്തിന്റെ തീരദേശ മേഖലകളിൽ ചാവക്കാടിന്റെ ഒരു മേഖലയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു അവസ്ഥ, കടപ്പുറത്തേക്ക് കുറച്ച് ശക്തിയേറിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരുമനിയൂരിൽ ഉണ്ട്, ഏങ്ങണ്ടിയൂരിൽ ഇല്ല. 1ഉം 2ഉം വാർഡുകളിലാണ് മുസ്ലിം ലീഗ് ഉള്ളത്. അല്ല, ഞാൻ ചോദിക്കുന്നത് PM സാദിഖ് അലിയും CH റഷീദും മത്സരിക്കും എന്നുള്ളൊരു അപ്ഡേഷൻ ഇടാനുള്ള കാരണം എന്താ? അല്ല, PM സാദിഖ് അലിയും CH റഷീദും നമുക്ക് സംസ്ഥാന വൃത്തങ്ങളിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും ബ്രേക്കിംഗ് ആയിട്ടുള്ള PM സാദിഖ് അലി പിക്ചറിലില്ല. ആരാ പറഞ്ഞത്? PM സാദിഖ് അലിക്ക് ഇപ്രാവശ്യം മത്സരിക്കാൻ സാധ്യതയുള്ള ആളുകളുടെ ലിസ്റ്റ് പുറത്തു വിട്ടിട്ടുണ്ട്. ഇപ്രാവശ്യം മത്സരിക്കാൻ സാധ്യതയുള്ള സീനിയർ ഓൾമോസ്റ്റ് ആയിട്ടുള്ള ആളുകളിൽ ഒരാൾ എന്ന് പറയുന്നത് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, രണ്ടാമത്തേത് എന്ന് പറയുന്നത് മുനീർ സാഹിബ്, മൂന്നാമത്തേത് എന്ന് പറയുന്നത് ബഷീർ സാഹിബ്. ഇങ്ങനത്തെ കുറച്ച് ആളുകളെ മാത്രമാണ് സീനിയർ ആയിട്ടുള്ള ആളുകൾ മത്സരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന അറിവ്. പക്ഷെ ഞാൻ ചോദിക്കണം എന്നറിയാം, ഇതൊരു ചർച്ചയ്ക്ക് വേണ്ടിട്ട് ഞാൻ ചോദിക്കുകയാണ്. സാദിഖ് അലി ഗുരുവായൂരിൽ മത്സരിച്ചാൽ ജയിക്കോ? സാദിഖ് അലി ഗുരുവായൂരിൽ മത്സരിച്ചാൽ ഞാൻ പറയട്ടെ, സാദിഖ് അലി ഗുരുവായൂരിൽ മത്സരിച്ചാൽ ജയിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാദിഖ് അലി, ഞാൻ പറയട്ടെ, ഈ ഗുരുവായൂർ സീറ്റ് കൊടുത്തു ഗുരുവായൂരിന്റെ ഒരു ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം വർക്ക് ചെയ്യാൻ തയ്യാറാകുന്ന ആർക്കും ജയിക്കാനുള്ള സാധ്യത ഞാനതാ പറയുന്നത്. അപ്പൊ താങ്കൾ പറയുന്നത് CH റഷീദ് ജയിക്കാൻ സാധ്യതയുണ്ടോ? അതിനൊരു ഞാൻ ചോദിക്കുന്നത്, മണ്ഡലത്തിനുള്ളിലുള്ള ആളാണ്. സാദിഖ് അലി മണ്ഡലത്തില് ഏതെങ്കിലും പ്രവർത്തനത്തിൽ സാദിഖ് അലിനെ കണ്ടിട്ടില്ല. ഒരു ലീഗുകാരനല്ലാത്ത ഒരു നിരീക്ഷകൻ എന്ന രീതിയിൽ പറയട്ടെ, ഇവിടുത്തെ UDFന്റെ ഒരു പരിപാടിയിലൊന്നും ഈ സാദിഖ് അലി ലീഗുകൾ അടുപ്പിക്കാറില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാല് NK അക്ബർ പോലുള്ള ഒരു ജനകീയനായ MLA NK അക്ബറാണ് അടുത്ത തവണ നിൽക്കുന്നത് താങ്കൾ ഉറപ്പിച്ചു? 100%. അത് യാതൊരു മാറ്റമില്ല. NK അക്ബറിനെ മാറ്റേണ്ട യാതൊരു ഘടകവും ഇവിടെ ഇല്ല. അല്ല, ഇത് ഗുരുവായൂർ എന്ന് പറയുന്നത് LDFനെ സംബന്ധിച്ചിടത്തോളം ഷുവർ സീറ്റ് ആയിട്ട് കാണുകയും LDFന് ഇനി ആര് കൊണ്ടുവന്നു കഴിഞ്ഞാലും ഇവിടെ മത്സരിപ്പിച്ച് ജയിപ്പിക്കാൻ കഴിയുമെന്നുള്ള രീതിയിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ അടുത്ത പ്രാവശ്യം PK കൃഷ്ണദാസിനെ പോലെയുള്ള ആളുകളെ നിർത്താനുള്ള ഒരു ശ്രമം കൂടി നടത്തുന്നു. അതൊക്കെ ആലോചനയാണ്. ഞാൻ പറഞ്ഞത് നിലവിലുള്ള MLA NK അക്ബറിനെ എന്തിനു മാറ്റണമെന്ന ക്വസ്റ്റ്യൻ ആണുള്ളത്. അപ്പൊ വിശദീകരിക്കേണ്ടി വരും. അപ്പൊ അദ്ദേഹമാണെങ്കിൽ നല്ല പെർഫോമൻസ് ആണുള്ളത്. ഇദ്ദേഹത്തിന് ഇവിടെ മത്സരിച്ച് തോൽപ്പിക്കണമെങ്കിൽ CH റഷീദ്, PM സാദിഖ് അലി എന്ന പേരിൽ ഞാൻ CH റഷീദിന്റെ പേരിനെ സപ്പോർട്ട് ചെയ്യാൻ കാരണം വെച്ചാൽ അദ്ദേഹം മണ്ഡലത്തിലുള്ള ആളാണ്. അദ്ദേഹം 2006 പരാജയപ്പെട്ട കാരണങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് CH റഷീദിനായിരിക്കണം ഇവിടെ സ്ഥാനാർത്ഥിത്വം കൊടുക്കേണ്ടത്. പക്ഷെ ഇതൊന്നും ലീഗിൽ അംഗീകരിക്കില്ല. നസീഫി പറയുന്ന കാര്യമുണ്ടല്ലോ, PM സാദിഖ് അലി മത്സരിക്കട്ടെ, CH റഷീദ് മത്സരിക്കട്ടെ. അപ്പൊ ഇവിടെ വേറെ ആളുകളുണ്ടല്ലോ. ഇവിടെ വേറെ ആരാ ഉള്ളത്? ഞാൻ പറയട്ടെ, ഇതൊക്കെ തോന്നുന്നത് വെച്ചാലേ സംസ്ഥാന നേതാവ് എന്നുള്ള രീതിയിലേക്ക് പരിഗണിക്കേണ്ട ഏറ്റവും 2 മുഖങ്ങളിൽ ഒരാളാണ് ഈ 2 മുഖങ്ങൾ എന്ന് പറയുന്നത്. ഒന്ന് CHനെയും PM സാദിഖ് അലിനെയും. അപ്പൊ PM സാദിഖ് അലിനെ എന്തുകൊണ്ട് ഇവിടെ മത്സരിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഇനിയും യുവാക്കൾക്കിടയിൽ അല്ലെങ്കിൽ നിഷ്പക്ഷരായിട്ടുള്ള ഒരു ആഗ്രഹമാണോ? ഒരിക്കലല്ല, ഇത് നമുക്ക് കിട്ടുന്ന ബ്രേക്കിംഗ് ന്യൂസ് ആണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, PM സാദിഖ് അലി അല്ലെങ്കിൽ CH റഷീദ്, ഈ 2 ചിത്രങ്ങൾ മാത്രമാണ്, ഈ 2 പേരുകൾ മാത്രമാണ് ഗുരുവായൂരിലുള്ളൂ. ഗുരുവായൂരിൽ ഈ
ഈ 2 പേരുകൾ മാത്രമേ ഉള്ളൂ. ഇതിൽ കൂടുതൽ പ്രാമുഖ്യമുള്ളത് CH റഷീദിനാണ്. കാരണം മണ്ഡലത്തിൽ നിന്നുള്ള ഒരാൾ എന്നുള്ള രീതിയിലും ഗുരുവായൂർ ഇനി തിരിച്ചു പിടിക്കണമെങ്കിൽ ഇവിടുത്തെ ഒരാൾ മത്സരിക്കണം എന്നുള്ള രീതി പാർട്ടിക്ക് ബോധ്യമായി. കാരണം 3 തവണയും അത് പാർട്ടിക്ക് മനസ്സിലായിട്ടുണ്ട് ഇവിടുന്ന് ഒരാൾ മത്സരിക്കാത്തതിന്റെ പോരായ്മ കൊണ്ടാണെന്നുള്ളത്. അത് പാർട്ടിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ CH റഷീദിനെ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ കിട്ടുമെന്നുള്ളത് തന്നെയാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് കിട്ടുന്ന ന്യൂസ്. അതുകൊണ്ട് CH റഷീദിനുള്ള പ്രാമുഖ്യം വളരെ കൂടുതലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്.